കാലവർഷം കനത്തതോടെ നിറഞ്ഞൊഴുകി കാഴ്ചക്കാരുടെ മനം നിറയ്ക്കുകയാണ് കൊടുമ്പ് ചാത്തൻചിറ ചെക്ക് ഡാം. തടാകത്തിന്റെ ഭംഗി ആസ്വദിച്ച് കാടിനരികിലൂടെയുള്ള യാത്രയാണ് ചാത്തൻചിറയുടെ പ്രധാന ആകർഷണം. വടക്കാഞ്ചേരിയിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയാണ് മനോഹരമായ ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിയൊരുക്കുന്ന കാനന കാഴ്ചകൾ ആസ്വദിക്കാനെത്തുന്നവർ മനം നിറഞ്ഞ് ഇവിടെ നിന്ന് തിരികെ പോകൂ. 3 വശവും വനവും കുന്നുകളുമുള്ളതാണ് ചാത്തൻചിറയുടെ പ്രധാന ആകർഷണം. ഫാമിലിയായിട്ടൊക്കെ വന്നിട്ട് എന്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. വണ്ടിയായിട്ട് വരുന്നവർക്ക് കാറായിട്ട് ആക്സസും എല്ലാ കാര്യങ്ങളും ഉള്ള പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണുള്ളത്. വളരെ വൈബുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ എല്ലാവരും വരിക. അകമല കാടുകളിൽ നിന്നുള്ള നീരൊഴുക്കാണ് ചാത്തൻചിറയെ ജലസമ്പന്നമാക്കുന്നത്. കടുത്ത വേനലിലും കാട്ടിൽ നിന്ന് നീരൊഴുക്കുള്ളതിനാൽ ചിറ എല്ലാ കാലത്തും നിറഞ്ഞു നിൽക്കും. ശരിക്കും മഴക്കാലത്ത് എനിക്ക് വളരെ നല്ലൊരു എൻജോയ്മെന്റ് പറ്റിയ സ്ഥലമാണ്. നല്ലൊരു ഇപ്പൊ ആദ്യം ഇത്ര ആൾക്കാരൊന്നും സന്ദേശം 200 വർഷം മുൻപ് ശർക്കര ചുണ്ണാമ്പ് മിശ്രിതങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഡാം 2016 നവീകരിച്ചു. ഡാമിലെ ചെളി വാരി നീക്കുകയും ആഴം കൂട്ടി ഇരുകരകളും ബലപ്പെടുത്തി പുതിയതായി വാൽവ് നിർമ്മിക്കുകയും സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. 10 മീറ്ററോളം ഉയരവും 100 മീറ്ററോളം വീതിയുമുള്ള ഡാമിന്റെ കെട്ടിന് 4.5 ഏക്കറോളം വിസ്തൃതിയുണ്ട്. വടക്കാഞ്ചേരി എരുമപ്പെട്ടി മേഖലകളിലെ പ്രധാന കൃഷിയിടങ്ങളെല്ലാം ചാത്തൻചിറയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഡാമിൽ നിന്ന് നിറഞ്ഞൊഴുകുന്ന വെള്ളം കൊടുമ്പ് കാഞ്ഞിരക്കോട് പാടശേഖരത്തിലൂടെ ഒഴുകി പള്ളിമണ്ണയിലെത്തി വടക്കാഞ്ചേരി കേച്ചേരി പുഴയെ ശക്തിപ്പെടുത്തുന്നു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിലെ കാഞ്ഞിരക്കോട് സെന്ററിൽ നിന്നും BMBC നിലവാരത്തിലുള്ള റോഡും ചാത്തൻചിറയിലേക്കുള്ള യാത്ര സുഗമമാക്കുന്നു. പ്രാദേശിക ടൂറിസത്തിന് പ്രാധാന്യമുള്ള ഈ കാലത്ത് ചാത്തൻചിറ ഡാം പ്രദേശവാസികൾക്ക് മാത്രമല്ല ജില്ലയ്ക്ക് തന്നെ അഭിമാനമാണ്. മഴ പെയ്താലാണ് ചാത്തൻചിറ കൂടുതൽ മനോഹരമാവുക. എന്നിരുന്നാലും എല്ലാ കാലത്തും വിനോദസഞ്ചാരികൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന, ആസ്വദിക്കാൻ പറ്റുന്ന ഒരിടമാണ് കൊടുമ്പ് ചാത്തൻചിറ. കുട്ടവഞ്ചിയും അതുപോലെ തന്നെ ബോട്ട് സർവീസും എല്ലാം സജ്ജമാക്കിയ കൂടുതൽ വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാൻ കഴിയും. ക്യാമറ പേഴ്സൺ മനോജ് ഓർമ്മയ്ക്കൊപ്പം ശ്രീധർമ്മപ്പെട്ടി.